സമീപകാലത്ത് കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെപ്പറ്റി വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മളിൽ പലരും അറിഞ്ഞിരിക്കും. ഐസക് ജോർജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് റോഡ് അപകടത്തിന് ശേഷം മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും ഹൃദയം ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതിനായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ നിങ്ങളിൽ പലർക്കുമുള്ള ഒരു സംശയമായിരിക്കും, എന്താണ് മസ്തിഷ്ക മരണം എന്നുള്ളതിനെ പറ്റി. അതിനെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമസ്കാരം, ഞാൻ ഡോക്ടർ ശരത് ഹരിദാസ്, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്, അഹല്യ ഡയബറ്റിസ് ഹോസ്പിറ്റൽ, പാലക്കാട്. ബ്രെയിൻ ഡെത്ത് അഥവാ മസ്തിഷ്ക മരണം, കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ബ്രെയിൻ സ്റ്റെം ഡെത്ത് എന്നുള്ളത് തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്ന ഭാഗത്തിന് ഇറിവേഴ്സിബിൾ ആയിട്ടുണ്ടാകുന്ന ഡാമേജ് ആണ്. ശ്വാസോച്ഛ്വാസം, രക്തസമ്മർദ്ദം, ഹൃദയമിടിപ്പ് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് ബ്രെയിൻ സ്റ്റെം. അതിനുണ്ടാകുന്ന പെർമനന്റ് ആയിട്ടുള്ള ഡാമേജ് വ്യവസ്ഥാപിതവും ശാസ്ത്രീയവുമായിട്ടുള്ള മാർഗങ്ങളിലൂടെ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി നിയമപരവും വൈദ്യശാസ്ത്രപരവുമായി മരിച്ചതായി കണക്കാക്കപ്പെടും. 1994 ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആൻഡ് ടിഷ്യൂസ് ആക്ട് അനുസരിച്ച് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിന് വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നിലവിലുള്ള സംസ്ഥാനമാണ് കേരളം. മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർ, ഒരു ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ന്യൂറോ സർജൻ, ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ഒരു ഡോക്ടർ, അതോടൊപ്പം രോഗി അഡ്മിറ്റ് ആയിരിക്കുന്ന ആശുപത്രിയിലെ മെഡിക്കൽ ഡയറക്ടർ തുടങ്ങിയ 4 ഡോക്ടർമാർ ഉൾപ്പെട്ട ഒരു സംഘമാണ് രോഗിയെ പരിശോധിച്ച് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത്. രോഗിയുടെ വിശദമായിട്ടുള്ള വൈദ്യ പരിശോധനയോടൊപ്പം അപ്നിയ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയ സങ്കേതം ഉപയോഗിച്ചാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത്. പ്രധാനമായും മസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷം രോഗിയുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള ലൈഫ് സപ്പോർട്ട്സ് നിർത്തലാക്കുന്നതിനോ വേണ്ടിയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത്. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതോടുകൂടി വൈദ്യശാസ്ത്രപരമായും നിയമപരമായും രോഗി മരിച്ചതായി കണക്കാക്കപ്പെടുന്നു.